Hello students, welcome back to Bosco Campus Vision. In the previous session we discussed about portfolio analysis. So in this session we are moving on to the next topic, that is the calculation of expected returns and standard deviation of individual securities. So as the future is uncertain, an investor tries to measure or quantify the risk of each investment that he considers before making the final selection. സോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു കറണ്ട് ആക്ടിവിറ്റി ആണെങ്കിലും അതിൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് അൺസേർട്ടൺ ആണ്. സോ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു കാര്യമാണ് അതിൻ്റെ റിസ്ക് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ക്വാണ്ടിഫൈ ഓർ മെഷർ ദ റിസ്ക് ബിഫോർ മേക്കിംഗ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. സോ റിസ്ക് മെഷർ ചെയ്യണമെങ്കിൽ ആദ്യം റിസ്ക് റിലേറ്റഡ് ആയിട്ട് കിടക്കുന്ന വേറൊരു കാര്യം മെഷർ ചെയ്യണം. സോ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലെ റിസ്ക് വേരി ചെയ്യുന്നത് അതിൻ്റെ റിട്ടേണിൻ്റെ ബേസിസിലായിരിക്കും. The risk in investment is greatly associated with the return of investment. സോ ഫ്യൂച്ചർ എന്ന് പറയുന്നത് അൺസർട്ടൺ ആണ്, നമുക്കൊരു കാര്യവും പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. സോ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് പോസിബിൾ റിട്ടേൺസും പ്രോബബിലിറ്റീസും വെച്ചിട്ട് അതിൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേണും സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലൂടെ അതിൻ്റെ റിസ്ക്കും എസ്റ്റിമേറ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കേണ്ടത്. സോ ഒരു ഇൻവെസ്റ്റർ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ റിട്ടേൺസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ കിട്ടാൻ സാധ്യതയുള്ള കുറേ പോസിബിൾ റിട്ടേൺസും അത് ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റീസും വെച്ചിട്ടാണ് ഇവിടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നൗ വി വിൽ ലുക്ക് ഇൻ ടു ദ കാൽക്കുലേഷൻ ഓഫ് ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ്. So the expected return of the investment is the probability weighted average of all possible returns. Possible returns are denoted by xi and the related probabilities as p of xi, and the expected returns can be expressed as x bar. സോ ഇവിടെ എക്സ്പെക്റ്റഡ് റിട്ടേൺസിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറയുന്നത് എക്സ് ബാർ ആണ്. സോ എക്സ്പെക്റ്റഡ് റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഐ ഇൻറ്റു പി ഓഫ് എക്സ് ഐ എന്നാണ്. എക്സ് ഐ എന്ന് പറയുന്നത് പോസിബിൾ റിട്ടേൺസും പി ഓഫ് എക്സ് ഐ എന്ന് പറയുന്നത് ആ പോസിബിൾ റിട്ടേൺ ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റീസ് ആണ്. സോ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഇസ് ദ പ്രോബബിലിറ്റി വെയ്റ്റഡ് ആവറേജ് ഓഫ് ഓൾ ദ പോസിബിൾ റിട്ടേൺസ്. എല്ലാ പോസിബിൾ റിട്ടേൺസിൻ്റെയും പ്രോബബിലിറ്റി വെയ്റ്റഡ് ആവറേജ് ആണ് എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത്. സോ അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു എക്സ് ഐ ഇൻറ്റു പി ഓഫ് എക്സ് ഐ. ഇനി ചില കേസസിൽ പോസിബിൾ റിട്ടേൺസ് തരില്ല, അതിന് പകരം നമുക്ക് അവൈലബിൾ ആകുന്നത് പോസിബിൾ പ്രൈസസ് ആയിരിക്കും. സോ അങ്ങനെ പോസിബിൾ പ്രൈസസ് അവൈലബിൾ ആകുന്ന സിറ്റുവേഷൻസിൽ പോസിബിൾ റിട്ടേൺസ് അല്ലെങ്കിൽ പ്രോബബിൾ റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് ആർ ഇസ് ഈക്വൽ ടു പി വൺ മൈനസ് പി സീറോ ബൈ പി സീറോ ഇൻറ്റു 100. സോ പോസിബിൾ റിട്ടേൺസ് അവൈലബിൾ അല്ലെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് പി വൺ മൈനസ് പി സീറോ ബൈ പി സീറോ ഇൻറ്റു 100. സോ ഇവിടെ പി വൺ എന്ന് പറയുന്നത് ഓരോ പോസിബിൾ പ്രൈസസ് ആണ്, അത് നമുക്ക് ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആകും. അതാണ് പി വൺ എന്ന് പറയുന്നത്, പോസിബിൾ പ്രൈസസിനെയാണ് പി വൺ എന്ന് പറയുന്നത്. ഇനി പി സീറോ എന്ന് പറയുന്നത് ആ സ്റ്റോക്കിൻ്റെ ആക്ച്വൽ കോസ്റ്റ് ആണ്. സോ പോസിബിൾ പ്രൈസസും ആക്ച്വൽ കോസ്റ്റും വെച്ചിട്ട് നമ്മൾ പോസിബിൾ റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. മോസ്റ്റ് കേസസിലും പോസിബിൾ റിട്ടേൺസ് തരാറുണ്ട്, ചില കേസുകളിൽ മാത്രമാണ് പോസിബിൾ പ്രൈസസ് തരുന്നത്. സോ ആ സിറ്റുവേഷനിൽ നമ്മൾ പോസിബിൾ പ്രൈസ് വെച്ചിട്ട് പോസിബിൾ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് പിന്നീട് എക്സ്പെക്റ്റഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ദ കാൽക്കുലേഷൻ ഓഫ് വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സോ ആസ് വി നോ, എക്സ്പെക്റ്റഡ് റിട്ടേൺസ് ആർ ഇൻസഫിഷ്യൻറ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ദ റിസ്ക് ആസ്പെക്ട് ഷുഡ് ഓൾസോ ബി കൺസിഡേർഡ്. The most popular measure of risk is the variance or standard deviation of the probability distribution of possible returns. സോ എക്സ്പെക്റ്റഡ് റിട്ടേൺസ് വെച്ചിട്ട് മാത്രം നമുക്കൊരു ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ സാധിക്കില്ല. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അതിൻ്റെ റിസ്ക് ഫാക്ടർ കൂടി കൺസിഡർ ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഈ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിലെ ഇൻവെസ്റ്റ്മെൻറ്റിലെ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് മെഷേഴ്സാണ് വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും. സോ ആക്ച്വലി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിൻ്റെ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷർ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ വേരിയൻസ് ഉപയോഗിച്ചിട്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആദ്യമേ നമ്മൾ വേരിയൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ആ വേരിയൻസിൻ്റെ വാല്യൂ വെച്ചിട്ടാണ് പിന്നീട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ദ വേരിയൻസ് ഇസ് ഡിനോട്ടഡ് ബൈ സിഗ്മ സ്ക്വയർ. സോ സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയറിനെയാണ് നമ്മൾ വേരിയൻസ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് സിഗ്മയാണ്, വേരിയൻസ് എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ആണ്.
So the variance can be calculated by using the formula xi minus x bar the whole square into p of xi. സോ ഓരോ പോസിബിൾ റിട്ടേൺസിനെയും അതായത് എക്സ്പെക്റ്റഡ് റിട്ടേൺസ് കൊണ്ട് മൈനസ് ചെയ്ത് അതിൻ്റെ സ്ക്വയറിനെ പോസിബിലിറ്റി അല്ലെങ്കിൽ പ്രോബബിലിറ്റീസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് വേരിയൻസ് ലഭിക്കുന്നത്. സോ ഇവിടെ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പോസിബിൾ റിട്ടേൺസ് വേണം. ഫസ്റ്റ് സ്റ്റെപ്പിൽ കാൽക്കുലേറ്റ് ചെയ്ത എക്സ്പെക്റ്റഡ് റിട്ടേൺ വേണം, അതുപോലെ തന്നെ പ്രോബബിലിറ്റീസും വേണം. സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ റൂട്ട് വാല്യൂ കണ്ടുപിടിച്ചിട്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഈ എക്സ്പെക്റ്റഡ് റിട്ടേണിൻ്റെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെയും കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആവാനായിട്ട് നമുക്ക് രണ്ട് എക്സാമ്പിൾസ് നോക്കാം. A stock costing rupees 120 pays no dividends. The possible prices that the stock might sell for at the end of the year with the respective possibilities as follows. സോ സ്റ്റോക്കിൻ്റെ ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത് 120 റുപ്പീസ് ആണ്. അതുപോലെ തന്നെ എൻ്റെ പോസിബിൾ പ്രൈസസും അതിൻ്റെ പ്രോബബിലിറ്റീസും തന്നിട്ടുണ്ട്. We are asked to calculate the expected return and the standard deviation of returns. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് റിട്ടേൺസ് ആണ്. സോ എക്സ്പെക്റ്റഡ് റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പോസിബിൾ റിട്ടേൺസും വേണം, പ്രോബബിലിറ്റീസും വേണം. സോ ഇവിടെ പോസിബിൾ റിട്ടേൺസ് അല്ല അവൈലബിൾ ആയിരിക്കുന്നത്, ഇവിടെ തന്നിരിക്കുന്നത് പോസിബിൾ പ്രൈസസ് ആണ്. സോ ആദ്യമേ നമ്മൾ പോസിബിൾ റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എക്സ്പെക്റ്റഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കൂ. So first we will move on to the calculation of possible returns. So possible returns calculate ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്കറിയാം P1 minus P0 by P0 into 100. സോ ഇവിടുത്തെ P1 എന്ന് പറയുന്നത് പോസിബിൾ പ്രൈസസ് ആണ്, അത് തന്നിട്ടുണ്ട് 115, 120, 125, 130, 135 ആൻഡ് 140. ഇനി ഇവിടുത്തെ P0 എന്ന് പറയുന്നത് സ്റ്റോക്കിൻ്റെ ആക്ച്വൽ കോസ്റ്റ് ആണ്, അതായത് 120 റുപ്പീസ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ഈ പോസിബിൾ പ്രൈസസിനെ ആക്ച്വൽ കോസ്റ്റിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യാം. സോ 115 മൈനസ് 120 ചെയ്യുമ്പോൾ നമുക്ക് -5 കിട്ടും. 120 മൈനസ് 120 ചെയ്യുമ്പോൾ 0 കിട്ടും. 125 മൈനസ് 120 ചെയ്യുമ്പോൾ 5 കിട്ടും. സോ അങ്ങനെ നമ്മൾ എല്ലാത്തിൻ്റെയും P1 മൈനസ് P0 വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യും. സോ ഇനി നമുക്ക് ഈസി ആയിട്ട് പോസിബിൾ റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു P1 മൈനസ് P0 ബൈ P0 ഇൻറ്റു 100. സോ ഫസ്റ്റ് കോളത്തിലെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ -5 ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 100. P1 മൈനസ് P0 എന്ന് പറയുന്നത് -5 ആണ്, P0 എന്ന് പറയുന്നത് 120 ആണ്. സോ -5 ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു -4.17. ഇനി സെക്കൻഡ് റോയിലെ P1 മൈനസ് P0 എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നതും 0 ആയിരിക്കും. സോ ഇതുപോലെ ഓരോ കോളത്തിലെയും P1 മൈനസ് P0 ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് പോസിബിൾ റിട്ടേൺസ് കിട്ടും. സോ ഈ പോസിബിൾ റിട്ടേൺസ് വെച്ചിട്ടാണ് നമ്മളിനി എക്സ്പെക്റ്റഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ ഇപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെയും പോസിബിൾ റിട്ടേണിൻ്റെ വാല്യൂസ് അവൈലബിൾ ആണ്. സോ നെക്സ്റ്റ് വി വിൽ മൂവ് ഓൺ ടു ദ കാൽക്കുലേഷൻ ഓഫ് എക്സ്പെക്റ്റഡ് റിട്ടേൺസ്. സോ എക്സ്പെക്റ്റഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് xi ഇൻറ്റു P ഓഫ് xi എന്നാണ്. സോ xi എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത പോസിബിൾ റിട്ടേൺസ് ആണ്. P ഓഫ് xi എന്ന് പറയുന്നത് ക്വസ്റ്റനിൽ തന്നിരുന്ന പ്രോബബിലിറ്റീസ് ആണ്. സോ ഫസ്റ്റ് പോസിബിൾ റിട്ടേൺസും പ്രോബബിലിറ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -4.17 കിട്ടും. സെക്കൻഡ് വൺ പോസിബിൾ റിട്ടേൺ 0 ആയതുകൊണ്ട് തന്നെ എക്സ്പെക്റ്റഡ് റിട്ടേണും 0 തന്നെ ആയിരിക്കും. തേർഡ് വൺ എന്ന് പറയുന്നത് 4.17 ഇൻറ്റു 0.2 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.834. സോ ഇതുപോലെ ഓരോ പോസിബിൾ റിട്ടേൺസും പ്രോബബിലിറ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് xi ഇൻറ്റു P ഓഫ് xi വെച്ചിട്ട് നമ്മൾ എക്സ്പെക്റ്റഡ് റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യും. സോ ഇങ്ങനെ എല്ലാ കോളത്തിൻ്റെയും കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ഇതിൻ്റെ സമ്മപ്പ് ചെയ്യും, അതായത് പ്രോഡക്റ്റ് കോളം ടോട്ടൽ ചെയ്യും. സോ ടോട്ടൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് വാല്യൂസിന് അതേ വാല്യൂസ് തന്നെ കൊടുക്കണം. സോ പ്രോഡക്റ്റ് കോളം ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് 7.083 ആണ്. സോ എക്സ് ബാർ ദാറ്റ് ഈസ് ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഇസ് ഈക്വൽ ടു 7.083%. So that is all about the calculation of expected return. So next we will move on to the calculation of standard deviation of returns. So standard deviation of returns calculate ചെയ്യണമെങ്കിൽ ആദ്യമേ നമ്മൾ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് xi മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു P ഓഫ് xi എന്നാണ്. സോ സിഗ്മ സ്ക്വയർ അതായത് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് പോസിബിൾ റിട്ടേൺസ് ആണ്, അതായത് xi വേണം, പ്രോബബിലിറ്റി ആയ P ഓഫ് xi വേണം, പിന്നെ അതിൻ്റെ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം, ഡീവിയേഷൻ സ്ക്വയർ ചെയ്യണം, എന്നിട്ടാണ് നമ്മൾ ആക്ച്വൽ ഫോർമുലയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ പോസിബിൾ റിട്ടേൺസും പ്രോബബിലിറ്റീസും ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നതാണ്, അത് വെച്ചിട്ടാണ് നമ്മൾ എക്സ്പെക്റ്റഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്തത്. സോ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്
പോസിബിൾ റിട്ടേൺസും എക്സ്പെക്റ്റഡ് റിട്ടേണുമായിട്ടുള്ള ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നതാണ്. സോ നമുക്കറിയാം എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് 7.08% ആണ്. ഫസ്റ്റ് കോളത്തിലെ പോസിബിൾ റിട്ടേൺ എന്ന് പറയുന്നത് -4.17 ആണ്. സോ -4.17 മൈനസ് 7.08 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് -11.25 ആണ്. മൈനസും മൈനസും ആണെങ്കിൽ നമ്മൾ മൈനസിൻ്റെ സൈൻ ഇട്ടിട്ട് സം ആഡ് ചെയ്യും. നെക്സ്റ്റ് റോയിലെ ഡീവിയേഷൻ എന്ന് പറയുന്നത് 0 - 7.08 ആണ്. സോ ഡീവിയേഷൻ എന്ന് പറയുന്നത് -7.08 കിട്ടും. സോ ഇതുപോലെ ഓരോ പോസിബിൾ റിട്ടേൺസും എക്സ്പെക്റ്റഡ് റിട്ടേൺ ആയ 7.08ൽ നിന്ന് മൈനസ് ചെയ്താണ് നമ്മൾ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നെക്സ്റ്റ് കോളം എന്ന് പറയുന്നത് ഈ ഡീവിയേഷൻസ് സ്ക്വയർ ചെയ്യുക എന്നതാണ്. സോ തേർഡ് കോളത്തിലെ എല്ലാ ഡീവിയേഷൻ വാല്യൂസും സ്ക്വയർ ചെയ്യുക എന്നതാണ് ഫോർത്ത് കോളത്തിൽ നമ്മൾ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഡീവിയേഷൻ 11.25ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 126.56 ആണ്. സെക്കൻഡ് വണ്ണായ -7.08ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 50.13 ആണ്. തേർഡ് വണ്ണായ -2.91ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 8.47 ആണ്. സോ ഇതുപോലെ നമ്മൾ എല്ലാ ഡീവിയേഷൻ വാല്യൂസിൻ്റെയും സ്ക്വയർ കാണും. സോ ഇത്രയും കണ്ടു കഴിയുമ്പോൾ നമുക്ക് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എല്ലാ വാല്യൂസും ആയി കഴിഞ്ഞു. സോ ഇനി ലാസ്റ്റ് കോളം എന്ന് പറയുന്നത് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നതാണ്. സോ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല സിഗ്മ ഓഫ് xi മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു പി ഓഫ് xi ആണ്. സോ സ്ക്വയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡീവിയേഷൻസ് ഇൻറ്റു പ്രോബബിലിറ്റി, അത് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഡക്റ്റ് വാല്യൂ കിട്ടും. അതിൻ്റെ ടോട്ടലാണ് വേരിയൻസ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് കോളത്തിലെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 126.56 ഇൻറ്റു 0.10 ആണ്. സോ 12.66 ആണ് ഫസ്റ്റ് കോളത്തിലെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് റോയിൽ എന്ന് പറയുമ്പം 50.13 ഇൻറ്റു 0.10 ആണ്. സോ 5.01 ആണ് അവിടുത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. സോ ഇതുപോലെ ഡീവിയേഷൻ സ്ക്വയർഡ് ഇൻറ്റു പ്രോബബിലിറ്റി ചെയ്യുമ്പോൾ നമുക്ക് പ്രോഡക്റ്റ് വാല്യൂസ് കിട്ടും. ഈ പ്രോഡക്റ്റ് വാല്യൂസിൻ്റെ സം അപ്പ് അല്ലെങ്കിൽ ടോട്ടലിനെയാണ് നമ്മൾ വേരിയൻസ് എന്ന് പറയുന്നത്. അതാണ് സിഗ്മ ഓഫ് xi മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു പി ഓഫ് xi എന്ന് പറയുന്നത്. മറ്റേ ഈ മോഡലിലിരിക്കുന്ന സിഗ്മ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ടോട്ടലിനെയാണ്. സോ xi മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു പി ഓഫ് xiയുടെ ടോട്ടൽ വാല്യൂ ആണ് വേരിയൻസ് എന്ന് പറയുന്നത്. സോ അത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 34.91 ആണ്. സോ നേരത്തെ എക്സ്പെക്റ്റഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്തപ്പോഴും നമ്മൾ പ്രോഡക്റ്റ് കോളത്തിൻ്റെ ടോട്ടൽ എടുത്തിട്ടാണ് എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറഞ്ഞത്. സോ ഇക്വേഷനിൽ ഈ പോലത്തെ സിഗ്മ ഉള്ളതുകൊണ്ടാണ് അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ സം ഓഫ് എന്നാണ്. സോ ഇവിടുത്തെ വേരിയൻസ് എന്ന് പറയുന്നത് 34.91% ആണ്. സോ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനായിട്ട് സ്ക്വയർ മാറ്റി ഇതിൻ്റെ റൂട്ട് കാണുക. സോ സിഗ്മ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 34.91 ദാറ്റ് ഇസ് ഈക്വൽ ടു 5.91%. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് റിട്ടേൺസ് എന്ന് പറയുന്നത് 5.91% ആണ്. സോ ഇങ്ങനെയാണ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ കാൽക്കുലേഷൻ ഓഫ് എക്സ്പെക്റ്റഡ് റിട്ടേൺസ് ആൻഡ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ്പെക്റ്റഡ് റിട്ടേൺസ്. സോ ഈ ഒരു പ്രോബ്ലത്തിൽ പോസിബിൾ റിട്ടേൺസ് ഡയറക്റ്റ് ആയിട്ട് തന്നിരുന്നില്ല, പോസിബിൾ പ്രൈസസ് ആയിരുന്നു തന്നിരുന്നത്. സോ പോസിബിൾ പ്രൈസസ് തന്നപ്പോൾ നമ്മൾ പോസിബിൾ റിട്ടേൺ ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് എക്സ്പെക്റ്റഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്തത്. So next we will look into a situation where the possible return is directly given. So possible return directly തന്നിട്ട് എക്സ്പെക്റ്റഡ് റിട്ടേണും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം. സോ ഇതെന്ന് പറയുന്നത് നേരത്തെ പോലെ അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല, കുറച്ചും കൂടി സിമ്പിളാണ്. ബിക്കോസ് നമുക്കിവിടെ പോസിബിൾ റിട്ടേൺ ഓൾറെഡി തന്നിട്ടുണ്ട്, അത് എക്സ്ട്രാ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. So the question is calculate the expected return and standard deviation of return for a stock having the following distribution of returns. സോ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് 7 പോസിബിൾ റിട്ടേൺസിൻ്റെ കേസസും അതിൻ്റെ പ്രോബബിലിറ്റീസും തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ എക്സ്പെക്റ്റഡ് റിട്ടേണും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഇവിടെ പോസിബിൾ റിട്ടേൺസ് ഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ എക്സ്പെക്റ്റഡ് റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ എക്സ്പെക്റ്റഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നമുക്കറിയാം, സിഗ്മ xi ഇൻറ്റു പി ഓഫ് xi. xi എന്ന് പറയുന്നത് പോസിബിൾ റിട്ടേൺസ് ആണ്, പി ഓഫ് xi എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ആണ്. സോ ഈ ഓരോ പോസിബിൾ റിട്ടേൺസും ഒക്കർ ചെയ്യാനുള്ള ചാൻസസ് ആണ് ഈ പ്രോബബിലിറ്റീസ് എന്ന് പറയുന്നത്. സോ പ്രോബബിലിറ്റീസ് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ ഈ 1 എന്ന പ്രോബബിലിറ്റി ആണ് ഡിവൈഡ് ചെയ്ത് പല പ്രോബബിലിറ്റീസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സോ -25 ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.05 ആണ്. -10 ഒക്കർ ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 0.10 ആണ്. സോ അങ്ങനെ ഓരോ പോസിബിൾ റിട്ടേൺസും ഒക്കർ ചെയ്യാനുള്ള ചാൻസസ് ആണ് പ്രോബബിലിറ്റീസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്.
So xi into p of xi ചെയ്യുമ്പോൾ first one minus 25 into 0.05 that is equal to minus 1.25. Second one എന്ന് പറയുന്നത് minus 10 into 0.10 that is equal to minus 1. തേർഡ് എന്ന് പറയുന്നത് പോസിബിൾ റിട്ടേൺ 0 ആയതുകൊണ്ട് തന്നെ പ്രോഡക്റ്റ് എന്ന് പറയുന്നതും 0 ആയിരിക്കും. ബിക്കോസ് എനി വാല്യൂ മൾട്ടിപ്ലൈഡ് ബൈ 0 വിൽ ബി 0. സോ അങ്ങനെ എല്ലാത്തിൻ്റെയും പ്രോഡക്ട്സ് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്കിനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക എന്നതാണ്. അതാണ് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് സിഗ്മ എക്സ് ഐ ഇൻറ്റു പി ഓഫ് എക്സ് ഐ. സോ സിഗ്മ കണ്ടുപിടിക്കുക. സോ പ്രോഡക്റ്റ് കോളത്തിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 16.25 ആണ്. സോ നമ്മുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ അല്ലെങ്കിൽ എക്സ് ബാർ എന്ന് പറയുന്നത് 16.25% ആണ്. സോ നെക്സ്റ്റ് വി വിൽ മൂവ് ഓൺ ടു ദ കാൽക്കുലേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് റിട്ടേൺസ്. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യും. വേരിയൻസിൽ നിന്നാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നമുക്കറിയാം. സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ് ഐ. സോ ഇവിടെ നമ്മൾ എക്സ്പെക്റ്റഡ് റിട്ടേണും പോസിബിൾ റിട്ടേണും തമ്മിലുള്ള ഡീവിയേഷൻ സ്ക്വയർ ചെയ്തിട്ടാണ് പ്രോബബിലിറ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ടോട്ടലാണ് വേരിയൻസ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് രണ്ട് കോളംസ് എന്ന് പറയുന്നത് പോസിബിൾ റിട്ടേൺസും പ്രോബബിലിറ്റീസും ആണ്. സോ അതിനുശേഷമുള്ള തേർഡ് കോളം എന്ന് നമുക്ക് വേണ്ടുന്നത് ഡീവിയേഷൻസ് ആണ്. അതായത് എക്സ്പെക്റ്റഡ് റിട്ടേൺസും പോസിബിൾ റിട്ടേൺസും തമ്മിലുള്ള ഡീവിയേഷൻസ് ആണ് തേർഡ് കോളം എന്ന് പറയുന്നത്. സോ പോസിബിൾ റിട്ടേൺസ് നമുക്ക് ഫസ്റ്റ് കോളത്തിൽ അവൈലബിൾ ആണ്. നമ്മുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സ്റ്റെപ്പിൽ കാൽക്കുലേറ്റ് ചെയ്തത് 16.25 ആണ് നമ്മുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത്. സോ ഓരോ പോസിബിൾ റിട്ടേണും എക്സ്പെക്റ്റഡ് റിട്ടേണും തമ്മിലുള്ള ഡീവിയേഷൻസ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് -25 മൈനസ് 16.25 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 41.25. മൈനസ് മൈനസ് ആണ് വാല്യൂസ് എങ്കിൽ നമ്മൾ മൈനസിൻ്റെ സൈൻ ഇട്ടിട്ട് ആഡ് ചെയ്യും. അതുകൊണ്ടാണ് 41.25 കിട്ടിയത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് -10 മൈനസ് 16.25 ദാറ്റ് ഈസ് ഈക്വൽ ടു 26.25. സോ ഇങ്ങനെ നമ്മൾ എല്ലാ പോസിബിൾ റിട്ടേൺസും എക്സ്പെക്റ്റഡ് റിട്ടേണുമായിട്ടുള്ള ഡീവിയേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഡീവിയേഷൻസിൻ്റെ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. നമ്മൾ ഈ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ഡീവിയേഷൻസിൻ്റെ സ്ക്വയർ. സോ മൈനസ് 41.25ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1701.56 ആണ്. മൈനസ് 26.25ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 689.06 ആണ്. സോ അങ്ങനെ ചെയ്ത് 18.75ൻ്റെ സ്ക്വയറായ 351.56ൻ്റെ സ്ക്വയർ വരെ നമ്മൾ കാണും. സോ ഇനിയാണ് നമ്മുടെ ലാസ്റ്റ് കോളമായ പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുന്നത് ഡീവിയേഷൻസിൻ്റെ സ്ക്വയറും പ്രോബബിലിറ്റീസും ആണ്. അതായത് ഫോർത്ത് കോളവും സെക്കൻഡ് കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രോഡക്റ്റ് ലഭിക്കുന്നത്. സോ 1701.56 ഇൻറ്റു 0.05 എന്ന് പറയുന്നത് 85.08 ആണ്. സെക്കൻഡ് വൺ 689.06 ഇൻറ്റു 0.10 എന്ന് പറയുന്നത് 68.91 ആണ്. സോ ഇതുപോലെ ഓരോ എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ് ഐ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ വാല്യൂസ് ആണ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ് എഴുതുന്നത്. സോ ഈ പ്രോഡക്റ്റ് കോളത്തിൻ്റെ ടോട്ടൽ സമ്മിനെയാണ് നമ്മൾ വേരിയൻസ് എന്ന് പറയുന്നത്. വേരിയൻസ് ഇസ് ഈക്വൽ ടു സിഗ്മ ഓഫ് എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ് ഐ. സോ ഈ പ്രോഡക്റ്റ് കോളം ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 274.69 ആണ്. സോ 274.69% എന്ന് പറയുന്നത് വേരിയൻസ് ആണ്. നമുക്ക് വേണ്ടുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ദാറ്റ് ഇസ് സിഗ്മ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 274.69 ദാറ്റ് ഇസ് ഈക്വൽ ടു 16.57%. സോ നമുക്ക് കിട്ടിയ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് 16.25% ആണ്. കിട്ടിയ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 16.57% ആണ്. So this is all about the calculation of the expected return and the standard deviation of an individual security. So ഈ കാൽക്കുലേഷൻസ് എല്ലാം വളരെ സിമ്പിൾ ആണ്. ഫോർമുലാസ് കറക്റ്റായിട്ട് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ് ഈ എക്സ്പെക്റ്റഡ് റിട്ടേണും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. സോ മിക്ക കേസുകളിലും പോസിബിൾ റിട്ടേൺസ് തരാറുണ്ട്. ചില കേസുകളിൽ മാത്രമാണ് പോസിബിൾ പ്രൈസസ് തരുന്നത്. സോ ആ കേസസിൽ പോസിബിൾ പ്രൈസ് വെച്ചിട്ട് പോസിബിൾ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് പിന്നീട് നമ്മൾ എക്സ്പെക്റ്റഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഹിയർ ഇസ് ആൻ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് റിട്ടേൺസ് ഫോർ എ സ്റ്റോക്ക് ഹാവിംഗ് ദ ഫോളോയിങ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിട്ടേൺസ്. സോ പോസിബിൾ റിട്ടേൺസും പ്രോബബിലിറ്റീസും തന്നിട്ടുണ്ട്. 30, 40, 50, 60, 70 ഇതാണ് പോസിബിൾ റിട്ടേൺസ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രോബബിലിറ്റീസ് എന്ന് പറയുന്നത് 0.10, 0.30, 0.40, 0.10, 0.10.
സോ ഇത് വെച്ചിട്ട് എക്സ്പെക്റ്റഡ് റിട്ടേണും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ പ്ലീസ് വർക്ക് ഇറ്റ് ഔട്ട്. So in this session we discussed the concept and calculation of expected return and standard deviation of individual securities. Hope all are clear with the topic. Thank you.